ഹായ് ഹലോ വെൽക്കം ബാക്ക്. വളരെയധികം വൈറലായ കിഡിലെ ലിപ്സ്റ്റിക്സിന്റെ റിവ്യൂ ആയിട്ടാണ് കേട്ടോ ഇന്ന് വന്നേക്കുന്നത്. പ്രൊഡക്റ്റ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഏതാണെന്ന്. മാഴ്സിന്റെ മൂസ് മാറ്റി ലിപ്സ്റ്റിക്സ് ആണ്. എൻ്റെ കയ്യിൽ ഇവരുടെ രണ്ട് ഷെയ്ഡാണുള്ളത്. ഫസ്റ്റ് വൺ വന്ന് ദിയാകൃഷ്ണ വൈറലാക്കിയ ഷോ സ്റ്റോപ്പറും സെക്കൻഡ് വൺ വന്ന് സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഷെയ്ഡുമാണ് ഉള്ളത്. നമുക്ക് റിവ്യൂയിലേക്ക് പോകാം. ഈ ലിപ്സ്റ്റിക് വന്ന ഒരു ലിക്വിഡ് ഫോർമുലയാണ്. ഫിനിഷ് വന്ന ഒരു മാറ്റീവ് ഫിനിഷ് ആണ്. പിന്നെ ക്രുവൽറ്റി ഫ്രീ ഒക്കെയാണ്. ഇതിന്റെ പാക്കേജിങ് വന്നൊരു പ്ലാസ്റ്റിക് ബോട്ടിലൊക്കെയാണ് കേട്ടോ. നമുക്ക് ട്രാവൽ ഫ്രണ്ട്ലി ഒക്കെയാണ്. ബാഗിലിട്ട് പെട്ടെന്ന് ക്യാരി ചെയ്ത് കൊണ്ടുപോകാനൊക്കെ പറ്റും. അതുപോലത്തെ ബോട്ടിലൊക്കെ തന്നെയാണ് കേട്ടോ. തീർത്തും ലൈറ്റ് വെയിറ്റ് ഒക്കെയാണ്. ആദ്യം ഞാൻ ഇതിന്റെ ടെസ്റ്റർ ഒക്കെ ഒന്ന് കാണിച്ചു തരാം. അത് കഴിഞ്ഞ് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം കേട്ടോ. ഇതിന്റെ ടെക്സ്ചർ വന്ന് ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാവുക. നല്ല സ്മൂത്ത് ആയിട്ട് ഈസിലി ഗ്ലൈഡ് ചെയ്യും. ഇതൊരു ലിക്വിഡ് ഫോർമുല എന്ന് പറഞ്ഞല്ലോ. ഒരു മൂസ് ഫിനിഷ് ഒക്കെയാണ്. കുറച്ച് കഴിയുമ്പോൾ ഇട്ട ഒരു വിത്തിൻ സെക്കൻഡിനുള്ളിൽ ഇതൊരു മാറ്റിലേക്ക് മാറുന്നുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇടാനൊക്കെ എളുപ്പമാണ്. പിന്നെ നമ്മുടെ ചുണ്ടിലെ ഫൈൻ ലൈൻസ്, പിന്നെ നമ്മുടെ പിഗ്മെന്റഡ് ആയിട്ടുള്ള ലിപ്പിനൊക്കെ നല്ല രീതിയിൽ അത് കവർ ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ ഫൈൻ ലൈൻസും പിഗ്മെന്റേഷനും ഒക്കെ നല്ല രീതിയിൽ ഹൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒരു ടെക്സ്ചറിലാണ് ഇത് വരുന്നത് കേട്ടോ. നമുക്ക് ഒട്ടും തന്നെ ചെറുതായിട്ട് തന്നെ എടുത്ത് അപ്ലൈ ചെയ്താൽ തന്നെ നമ്മുടെ പിഗ്മെന്റേഷനൊക്കെ നല്ല രീതിയിൽ കവർ ചെയ്യുന്ന തരത്തിലാണ് ഇത് വന്നേക്കുന്നത് കേട്ടോ. ഈ ലിപ്സ്റ്റിക്കിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് പോസിറ്റീവ്സും ഒപ്പം തന്നെ നെഗറ്റീവ്സും ഉണ്ട്. ഇത് ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നമ്മൾ ചുണ്ടിൽ ഇട്ട് കഴിഞ്ഞാൽ ചുണ്ടിൽ ഉണ്ടെന്നുള്ളൊരു ഫീലേ ഇല്ല കേട്ടോ. ചില ലിപ്സ്റ്റിക് ഒക്കെ നമ്മൾ ഇടുമ്പോഴത്തേക്കും എന്തോ ചുണ്ടിൽ ഇരിക്കുന്നു, അങ്ങനെ ഒരു ഫീൽ ഇല്ല. അങ്ങനെ ഒരു ഫീലേ ഇല്ല. തീർത്ത് ലൈറ്റ് വെയിറ്റ് ആണ്. അതുപോലെ തന്നെ സൂപ്പർ കംഫർട്ടബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡെയിലി വെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ നല്ലൊരു ഓപ്ഷൻ ആട്ടോ ഈ ലിപ്സ്റ്റിക്ക്. അങ്ങനെ ഒരു ഹെവി ഒന്നും അല്ല. പിന്നെ അതുപോലെ തന്നെ റീഅപ്ലൈ ചെയ്യാൻ എളുപ്പമാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് ഇട്ടുകൊണ്ട് പോകും. കാരണം നല്ല രീതിയിൽ പെട്ടെന്ന് തന്നെ ഗ്ലൈഡ് ചെയ്യുന്നുണ്ട്. എളുപ്പം റീഅപ്ലൈയും എളുപ്പമാണ് കേട്ടോ. പിന്നെ മാഴ്സിന്റെ ഈ ലിപ്സ്റ്റിക്കിന് കുറേ ഷെയ്ഡ് റേഞ്ച് ഉണ്ട് കേട്ടോ. കുറേ അധികം ഷെയ്ഡ് റേഞ്ച് ഉണ്ട്. അതെല്ലാം തന്നെ ഇന്ത്യൻ സ്കിൻ ടോണിന് പറ്റുന്ന രീതിയിലുള്ള ഷെയ്ഡ് റേഞ്ചസ് ആണ്. ഇനി നമുക്ക് ലിപ്സ്റ്റിക്കിന്റെ സ്വാച്ചസ് കാണാം. ആദ്യം ഞാനിത് കയ്യിൽ അപ്ലൈ ചെയ്ത് കാണിക്കാം, എന്നിട്ട് ലിപ്പിലേക്ക് ഇട്ട് കാണിക്കാം കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും. ആദ്യം ഞാൻ ഷോ സ്റ്റോപ്പർ സ്വാച്ച് ചെയ്ത് കാണിക്കാം. പിന്നെ ഇതിന്റെ ആപ്ലിക്കേറ്റർ വന്ന് ഇങ്ങനെ കേട്ടോ ഉണ്ടാവുന്നത്. ഇതാണ് ഷോ സ്റ്റോപ്പറിന്റെ ഷെയ്ഡ് വന്ന്. ഇത് ഫെയർ സ്കിൻ ടോണിന് ഇങ്ങനെയാണ് ഉണ്ടാവുക കേട്ടോ. അവർക്ക് നല്ല രീതിയിൽ സ്കിൻ ഒന്ന് ബ്രൈറ്റൺ ആക്കുന്ന ഷെയ്ഡാണ് കേട്ടോ ഇത്. ഡസ്കി സ്കിൻ ടോണിലേക്ക് വരുംതോറും ഇത് ന്യൂഡായിട്ടാണ് കേട്ടോ വർക്ക് ആവുന്നത്. ഡസ്കി സ്കിൻ ടോണിന് ഇങ്ങനെ ഒരു ഷെയ്ഡാണ് ഇത്. പക്ക ഒരു ന്യൂഡായിട്ടാണ് ഡസ്കി സ്കിൻ ടോണിലേക്ക് വരുമ്പോഴത്തേക്ക് ഇത് വർക്ക് ആവുന്നത്. പിന്നെ ഡീപ്പർ സ്കിൻ ടോണിലേക്ക് പോകുമ്പോഴത്തേക്കും ഇത് വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഒരു ലിപ് ലൈനർ ഇട്ടില്ലെങ്കിൽ ഇത് വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട്. ലിപ് ലൈനർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇത് ഡീപ്പർ സ്കിൻ ടോണിലേക്ക് പോകുമ്പോൾ വാഷ് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ഡസ്കി സ്കിൻ ടോൺ എന്ന് ഞാൻ പറഞ്ഞല്ലോ, തീർത്തും ഒരു ന്യൂഡായി ഷെയ്ഡായിട്ടാണ് ഇത് വർക്ക് ആവുന്നത്. അപ്പം ഡീപ്പറിലേക്ക് പോകുമ്പം ഒരു ലിപ് ലൈനർ മസ്റ്റ് ആയിട്ട് ഉപയോഗിക്കണം. അല്ലെങ്കിൽ തീർത്ത് നല്ല രീതിയിൽ തന്നെ ഇത് വാഷ് ഔട്ട് ആവുകയെ. ഷോ സ്റ്റോപ്പർ എന്ന് പറഞ്ഞ ഷെയ്ഡ് വന്നിട്ട് ഓൾ സ്കിൻ ടോണിന് പറ്റില്ല. ഞാൻ പറഞ്ഞല്ലോ, ഫെയർ, മീഡിയം, ഡസ്കി സ്കിൻ ടോൺ വരെ നല്ല രീതിയിൽ പോകും. ഡീപ്പർ സ്കിൻ ടോണിലേക്ക് പോകുമ്പോൾ വാഷ് ഔട്ട് ആകാൻ ചാൻസ് ഉണ്ട്. ലൈനർ ഉപയോഗിച്ച് വർക്ക് ആക്കാം. അത്രയേ ഉള്ളൂ കേട്ടോ. ഇപ്പൊ ഞാൻ ഇതെല്ലാം അപ്ലൈ ചെയ്ത് കാണിക്കുന്നത്, പിന്നെ ഞാൻ മേക്കപ്പ് ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ. പൗഡർ മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ ഉള്ളിൽ ലിപ്സ്റ്റിക്ക് മാത്രം ഇട്ട് കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ എങ്ങനെ ഇത് വർക്ക് ആവുന്നത്. ഷോ സ്റ്റോപ്പർ എന്ന് പറഞ്ഞ ഷെയ്ഡ് എൻ്റെ ലിപ്പിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. എനിക്കൊരു ന്യൂഡ് കൈൻഡ് ഓഫ് ഷെയ്ഡാണേ. എനിക്ക് ലിപ് ലൈനർ ഇട്ടും ഇടാതെയും ഇത് വർക്ക് ആവുന്നുണ്ട്. നമ്മുടെ ചുണ്ടിലെ പിഗ്മെന്റേഷൻ ഒക്കെ നല്ല രീതിയിൽ കവർ ചെയ്ത് കിട്ടുന്നുണ്ട് കേട്ടോ. എനിക്ക് സാധാരണ ഡസ്കി സ്കിൻ ടോണിന് ചേർന്ന ലിപ്സ്റ്റിക് പോലും അങ്ങനെ ചേരാറില്ല കേട്ടോ. അതെന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ചുണ്ടിന് ചുറ്റും പിഗ്മെന്റേഷൻ ഉണ്ട്. ഈ സൈഡ് ഒക്കെ പിഗ്മെന്റേഷൻ ഉണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും. പിന്നെ എൻ്റെ ചുണ്ടും നല്ല രീതിയിൽ പിഗ്മെന്റഡ് ആട്ടോ. അതുകൊണ്ട് തന്നെ എനിക്ക് ഡസ്കി സ്കിൻ ടോണിന് ചേരുന്ന ലിപ്സ്റ്റിക് ഇട്ടാൽ പോലും എനിക്ക് അത് വാഷ് ഔട്ട് ആകാറുണ്ട്. അതുകൊണ്ട് ഞാൻ ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും ഒരു ലിപ് ലൈനർ വെച്ച്, ഡാർക്ക് ലിപ് ലൈനർ വെച്ച് എൻ്റെ ചുണ്ടൊന്ന് ലൈൻ ചെയ്തതിന് ശേഷം മാത്രമേ ഞാൻ ഇടാറുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ ഏത് ലിപ്സ്റ്റിക് ഇട്ടാലും എനിക്ക് വാഷ് ഔട്ട് ആവുന്ന പോലെ തോന്നും. പക്ഷെ ഇതെനിക്ക് അങ്ങനെ പ്രശ്നം എനിക്ക് തോന്നുന്നില്ല കേട്ടോ. കുഴപ്പമില്ലാതെ എനിക്ക് പോകുന്നുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടല്ലോ. ഇങ്ങനെയാണ് ഷോ സ്റ്റോപ്പർ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ടാകുന്നത് കേട്ടോ ലിപ്പില്. എൻ്റെ ഡസ്കി സ്കിൻ ടോൺ ആണ്. അപ്പൊ ഇങ്ങനെയാണ് കേട്ടോ ഉണ്ടാകുന്നത്. സെക്കൻഡ് വൺ വന്ന സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഷെയ്ഡാണ്. ഇത് നല്ലൊരു വൈൻ കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. ഇത് ഓൾ സ്കിൻ ടോണിന് പറ്റുന്ന നല്ലൊരു ഷെയ്ഡാണേ.
ആദ്യം ഞാൻ വാങ്ങിയത് ഈ ഷെയ്ഡാണ് കേട്ടോ. ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇതെനിക്ക് ചേരുന്ന പോലെ തോന്നി, അങ്ങനെ ഞാൻ വാങ്ങി അപ്ലൈ ചെയ്തു. നല്ല രീതിയിൽ സ്യൂട്ട് ആവുന്ന ഒരു ഷെയ്ഡാണ്. എല്ലാ സ്കിൻ ടോണിനും സ്യൂട്ട് ആവും. എനിക്ക് അതുപോലെ സ്യൂട്ട് ആവുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതിന്റെ ടെക്സ്ചറും പിന്നെ ഡെയിലി ബേസിൽ ഉപയോഗിക്കാം അങ്ങനെയൊക്കെ തോന്നിയുകൊണ്ട് ഞാൻ ചുമ്മാ ഒന്ന് ഷോ സ്റ്റോപ്പറും വാങ്ങി ട്രൈ ചെയ്ത് നോക്കിയതാണ്. ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ എനിക്ക് കുഴപ്പമില്ലാതെ അത് പോകുന്നുണ്ട് കേട്ടോ. ഫെയർ സ്കിൻ ടോണിന് ഇതിങ്ങനെ ഒരു നല്ലൊരു സ്കിന്നെ ബ്രൈറ്റൻ ആക്കുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെ ഒരു ഷെയ്ഡാണ് ഫെയറിനെ. പിന്നെ ഇത് ഓൾ സ്കിൻ ടോണിന് തന്നെ നല്ല രീതിയിൽ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കുന്ന തരത്തിലുള്ള ഷെയ്ഡാണ് കേട്ടോ. ഡസ്കി സ്കിൻ ടോണിലേക്ക് വരുമ്പോഴത്തേക്കും ഇത് ഇങ്ങനെ ആട്ടോ വർക്ക് ആവുന്നത്. ഇത് ഡീപ്പർ സ്കിൻ ടോണിനും ഇത് നല്ല രീതിയിൽ പോകുന്ന ഒരു ഷെയ്ഡാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ ഈ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞ ഷെയ്ഡ് ഉണ്ടാകുന്നത്. നല്ലൊരു വൈൻ ഷെയ്ഡാണ് കേട്ടോ. ഓൾ സ്കിൻ ടോണിന് ചേരും. പ്രത്യേകിച്ച് ഡസ്കി ടു ഡീപ്പർ സ്കിൻ ടോണിന് നല്ല രീതിയിൽ പോകുന്ന നല്ലൊരു ഷെയ്ഡാണ് കേട്ടോ. സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കുന്ന പോലെ തോന്നുന്നുണ്ട്. ഇത് ഞാൻ ഒരുപാട് കട്ടിക്കൊന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ. ലൈറ്റ് ആയിട്ടാണ് അപ്ലൈ ചെയ്തേക്കുന്നത്. അങ്ങനെ ലൈറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ ഞാനൊന്ന് ചെറുതായിട്ട് ഡോട്ട് ഇട്ട് കൊടുത്തിട്ട് കൈവച്ചൊന്ന് സ്മഡ്ജ് ചെയ്ത് എടുത്തേക്കുന്നത്. നല്ല കട്ടിക്ക് അപ്ലൈ ചെയ്യണമെന്നുള്ളവർക്ക് അങ്ങനെ അപ്ലൈ ചെയ്യാം കേട്ടോ. എനിക്ക് അത്രയും കളർ വേണ്ടാത്തതുകൊണ്ട് ഞാൻ കുറച്ചെടുത്തിട്ട് ഇങ്ങനെ സ്മഡ്ജ് ചെയ്യുക കേട്ടോ ചെയ്യുന്നത്. അതുകൊണ്ട് ഞാനൊന്ന് ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ടിഷ്യൂ വെച്ചൊന്ന് ജസ്റ്റ് ഒന്ന് വൈപ്പ് ചെയ്തിട്ട് എപ്പോഴും ഇടാറ് കേട്ടോ. അപ്പൊ തന്നെ അത്യാവശ്യം നല്ല കളർ നമ്മൾ ചുണ്ടിൽ കിട്ടുന്നുണ്ട്. നമ്മുടെ സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കുന്നതൊക്കെ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത്രയും തന്നെ ഞാൻ ഇവിടെ പറഞ്ഞുകൊണ്ടിരുന്നല്ല ഇതിന്റെ പോസിറ്റീവ്സ് ആണ്. ഇനി ഇതിന്റെ നെഗറ്റീവിലേക്ക് പോകാം. ഇതിന്റെ നെഗറ്റീവ് എന്ന് പറയുന്നത് ആകെ ഒരു നെഗറ്റീവ് ഇതിനുള്ളൂ, പക്ഷെ അത് ഏറ്റവും വലിയ നെഗറ്റീവ് ആണ് കേട്ടോ. അതെന്താന്ന് ചോദിച്ചാൽ ഇത് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. നമ്മൾ ഒരു ചെറിയൊരു വെള്ളം കുടിച്ചാലോ അല്ലെങ്കിൽ ഒരു മീല് കഴിച്ചാലോ, എന്തിനേറെ പറയുന്നു ഒരു നാരങ്ങ മിഠായി വായിലിട്ടാൽ പോലും ഇതങ്ങ് പോകും. അതായത് പോകുമെന്ന് പറഞ്ഞെങ്കിൽ ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. നമ്മൾ നേരത്തെ ഇത് ചുണ്ടിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു തെളിവ് പോലും ബാക്കി വെക്കാതാണ് കേട്ടോ ഇത് അപ്രത്യക്ഷമാകുന്നത്. സാധാരണ നമ്മൾ ലിപ്സ്റ്റിക് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ എന്തെങ്കിലും കഴിക്കുകയോ കുടിക്കുകയോ ഒക്കെ ചെയ്തെങ്കിൽ നമ്മളെല്ലാം കഴിക്കുകയോ കുടിക്കുകയൊക്കെ ചെയ്താൽ ഒരു ടിന്റ് അവിടെ അവശേഷിക്കും. ഇത് ഇട്ടിട്ടുണ്ടെന്ന് പോലും അറിയാത്ത രീതി പൂർണ്ണമായിട്ട് ഇതങ്ങ് പോവാട്ടോ. അത്രയ്ക്ക് ഇത് അപ്രത്യക്ഷ ചെയ്യുന്നത് ഒട്ടും ലോങ് ലാസ്റ്റിംഗ് അല്ല. ബാക്കി എല്ലാം ഒഴിച്ച് ചെയ്ത് അടിപൊളി ലിപ്സ്റ്റിക് ആട്ടോ. എനിക്ക് അതിനോട് യോജിപ്പില്ല. കാരണം എനിക്ക് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ലിപ്സ്റ്റിക് ആണ് ഇഷ്ടം. പുറത്തൊക്കെ പോകുമ്പോൾ റീഅപ്ലൈ ചെയ്യാൻ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. എനിക്ക് റീഅപ്ലൈ ചെയ്യുന്നതേ ഇഷ്ടമില്ല. പിന്നെ സാഹചര്യ വൈസ് ഞാൻ റീഅപ്ലൈ ചെയ്താലേ ഉള്ളൂ. നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നത് എന്തിനാ? നമ്മുടെ ചുണ്ടിൽ ഉണ്ടാവണം. അത് ചുണ്ട് നമ്മുടെ പിഗ്മെന്റേഷൻ ഒന്ന് കവർ ചെയ്യാനും നമുക്കൊന്ന് സ്കിൻ ഒന്ന് ബ്രൈറ്റൻ ആക്കാനും അതിനൊക്കെ വേണ്ടിയല്ലേ നമ്മൾ ലിപ്സ്റ്റിക് ഇടുന്നത്. അപ്പൊ എപ്പോഴും റീഅപ്ലൈ ചെയ്ത് പാടില്ല. ഇതൊരു ചെറിയ വെള്ളം കുടിച്ചാൽ മതി, ഒരു മിഠായി ചെറുതായിട്ടൊന്ന് വായിലിട്ടാൽ മതി, അപ്പോഴേ ഇതങ്ങ് പോവാ ചെയ്യുന്നത്. അത് ഒട്ടും തന്നെ നമ്മുടെ ചുണ്ടിൽ പിന്നെ ഉണ്ടാവുകയില്ല. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്താലേ ഇതവിടെ കാണുകയുള്ളൂ. പിന്നെ ഇതിന് വേറൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. ഇത് കിസ് പ്രൂഫ് ഒക്കെ ആട്ടോ. ഇതിട്ട് സെക്കൻഡുകൾക്കുള്ളിൽ ഇത് മാറ്റ് ആവുക ചെയ്യുന്നത്. അപ്പൊ നമ്മളൊന്ന് ഇത് ഞാൻ കിസ് ചെയ്ത് കാണിച്ചു തരാം. ഇത് കണ്ട അങ്ങനെ ആക്കി കഴിയുമ്പോഴത്തേക്കും ഇത് മാറ്റായി. ഞാൻ നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്ന അത്രയും നേരം എടുത്തുള്ളൂ കേട്ടോ. അത്ര നേരത്തേക്കുള്ളിൽ ഇത് മാറ്റായിട്ടുണ്ട്. അപ്പൊ ഇത് കണ്ടില്ലേ, കയ്യിൽ നമ്മൾ ഇങ്ങനെ എടുത്തു കഴിയുമ്പോൾ ചെറിയ രീതിയിൽ ഇത് ട്രാൻസ്ഫർ ആവുന്നുള്ളൂ. പക്ഷെ ഒരു മീലൊക്കെ കഴിക്കുകയാണ് അല്ലെങ്കിൽ ഒരു വെള്ളം കുടിക്കുകയാണ്, ഇത് എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്കറിയത്തില്ല. ആ രീതിയിൽ ഇത് ഒട്ടും തന്നെ ഇല്ലാത്ത രീതിയിൽ പോകും. ഷോ സ്റ്റോപ്പർ എന്ന് പറഞ്ഞാൽ ഒട്ടും തന്നെ കാണില്ല. ഇത് പിന്നെ ഇത്രയും പിഗ്മെന്റഡ് ആയതുകൊണ്ട് ചെറിയ രീതിയിൽ ഒരു ടിൻറ്റ് എന്നുള്ള രീതിയിൽ ഇത് കാണുന്നുണ്ട് കേട്ടോ. ഇതിട്ട് ഞാൻ പുറത്ത് പോയിട്ട് വെള്ളമൊക്കെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ചിട്ടുണ്ട്. ഫുഡൊക്കെ നല്ല രീതിയിൽ കഴിക്കുകയാണെങ്കിൽ ഒട്ടും തന്നെ കാണില്ല. അല്ലെങ്കിൽ വെള്ളമൊക്കെ കുടിച്ച് ചെറുതായിട്ടൊക്കെ എന്തെങ്കിലുമൊക്കെ സ്നാക്കൊക്കെയാണ് കഴിക്കുന്നെങ്കിൽ ചെറിയ രീതിയിൽ ടിൻറ്റ് ഇത് ഉണ്ടാവും കേട്ടോ. ഷോ സ്റ്റോപ്പർ ഒരു വെള്ളം കുടിച്ചാൽ പോലും അതൊട്ടും അതവിടെ ഇല്ല, പിന്നെ കാണാനേ കിട്ടത്തില്ല, അതുപോലെ അങ്ങ് പോയേക്കും. പക്ഷെ കിസ് പ്രൂഫ് ആണോ വെച്ചാൽ കിസ് പ്രൂഫ് ആണ്. ഇത് മാറ്റായി മാറുന്നുണ്ട്. അത് കഴിയുമ്പോഴത്തേക്ക് ഇത് കണ്ടോ ഇങ്ങനെയൊക്കെ ആക്കി കഴിയുമ്പോൾ ചെറിയ രീതിയിലുള്ള ട്രാൻസ്ഫറോ കാണുന്നുള്ളൂ കേട്ടോ. ഇതിന് ഒരുപാട് പോസിറ്റീവ്സ് ആണ് ഉള്ളത്, ആകെ ഒരു നെഗറ്റീവേ ഉള്ളൂ. പക്ഷെ അത് ഏറ്റവും വലിയ നെഗറ്റീവ് ആണ് കേട്ടോ. നിങ്ങൾ ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ലിപ്സ്റ്റിക് ആഗ്രഹിക്കുന്നെങ്കിൽ ഇത് വാങ്ങാൻ നിൽക്കണ്ട. കാരണം നമ്മൾ ഓരോ വെള്ളം കുടിച്ചാലും ഓരോ മീൽ കഴിച്ചാലും പിന്നെ റീഅപ്ലൈ ചെയ്തുകൊണ്ടിരിക്കണം. അങ്ങനെ റീഅപ്ലൈ ചെയ്യാൻ തയ്യാറുള്ളവർക്ക് ഇത് വാങ്ങാം കേട്ടോ.
ഇത് ഓഫീസിലിടാനും കോളേജിലൊക്കെ വെയർ ചെയ്യാനൊക്കെ നല്ല രീതിയിൽ സൂപ്പർ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ഡെയിലി വെയർ ലിപ്സ്റ്റിക് ഒക്കെ തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചാൽ റീഅപ്ലൈ ചെയ്യണം. അപ്പം നിങ്ങൾ റീഅപ്ലൈ ചെയ്യാൻ തയ്യാറാണെങ്കിൽ ഇത് വാങ്ങിച്ചോളൂ, കുഴപ്പമില്ല. അല്ലാതെ ഇത് ലൈറ്റ് വെയിറ്റ് ആണ്, സൂപ്പർ കംഫർട്ടബിൾ ആണ്, ട്രാവൽ ഫ്രണ്ട്ലി ആണ്, പിന്നെ അഫോർഡബിൾ ആണ് കേട്ടോ. ഇതിന്റെ പ്രൈസ് വരുന്നത് ഒറിജിനൽ പ്രൈസ് 299 രൂപയാണ്. ഞാനിത് വാങ്ങിയത് 266 രൂപയ്ക്കാണ് കേട്ടോ. ആ രീതിയിൽ നോക്കി അഫോർഡബിൾ ഒക്കെയാണ്. ബാക്കി ഒരു കുഴപ്പവും ഇല്ല, നല്ല അപ്ലൈ ചെയ്യാനൊക്കെ ഈസിയാണ്. പിന്നെ റീഅപ്ലൈക്ക് ഇത് എളുപ്പമാണ് കേട്ടോ. എനിക്ക് ലിപ് ലൈനർ ഇല്ലാതെ ഒരു ഷെയ്ഡ് അപ്ലൈ ചെയ്യാൻ കിട്ടാറേ ഇല്ല. ഇത് രണ്ടും എനിക്ക് ലിപ് ലൈനർ ഇല്ലാതെ അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ഷെയ്ഡാണ്. ഇവർ ഇത്രയും നല്ല രീതിയിൽ ഒരു ലിപ്സ്റ്റിക് കൊണ്ടുവന്നപ്പോഴത്തേക്ക് കുറച്ച് ലോങ് ലാസ്റ്റിംഗും കൂടെ ആക്കാമെന്ന് എനിക്ക് തോന്നി. അത്രയ്ക്ക് നല്ലൊരു ലിപ്സ്റ്റിക് ആട്ടോ. ലോങ് ലാസ്റ്റിംഗ് ഒഴിച്ചാൽ ബാക്കി അതർവൈസ് എല്ലാം നല്ല ഒരു ലിപ്സ്റ്റിക് ആട്ടോ ഇത്. ഇതൊക്കെയാണ് ഈ ലിപ്സ്റ്റിക്സിനെ കുറിച്ച് എനിക്ക് പറയാനുള്ളത്. ഇത് പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഞാനിവിടെ കവർ ചെയ്തിട്ടുണ്ട്. പ്രൊഡക്റ്റിന്റെ ലിങ്ക് എന്തായാലും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. വേണ്ടവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക്, ഷെയർ, കമന്റ് ചെയ്യുക. പിന്നെ ഇപ്പോൾ പുതിയൊരു ഹൈപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് എൻ്റെ വീഡിയോ യൂസ്ഫുൾ ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആ ഹൈപ്പിലും കൂടെ ഒന്ന് ടച്ച് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും ബൈ.